ഹായ് ഓൾ. ഇതിപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്നത് നമ്മളെ പച്ചക്കറി തോട്ടമാണ്. ചെറിയൊരു പച്ചക്കറി തോട്ടമാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇതിൻ്റെ കിടങ്ങിൻ്റെ മേലെ കൂടി ഇങ്ങനെ നോക്കുമ്പം ഒരു കുമ്പളങ്ങ നിങ്ങളെ കാണുന്നുണ്ടല്ലോ. ഇതിപ്പം ജസ്റ്റ് ഇങ്ങനെ മുളച്ചതാണ്, ഞങ്ങൾ നട്ടുപിടിപ്പിച്ചതോ ഒന്നുമല്ല. അപ്പം ഇതിൻ്റെ സൈസ് ഫസ്റ്റ് ആദ്യമായിട്ട് പിടിച്ചതും കൂടിയാണ്. അപ്പോൾ ഇതൊരു സൈസ് എന്ന് പറയുന്നത് ഒരു ബത്തൻ്റെ ഒരു വലിപ്പം ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ വലുതായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം നോക്കുമ്പോൾ അതിങ്ങനെ വളരുന്നത് നിന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്നാലും മുറിച്ചേക്കാമെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ സൈസ് കാണുമ്പം തന്നെ ഇത് പ്ലാസ്റ്റിക് പോലെ ഉണ്ട്. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ, നമുക്കത് മുറിക്കാൻ വരെ തോന്നില്ല. ഇതിന് കുമ്പളങ്ങ ആഷ് ഗോഡ് എന്നെല്ലാം പറയും. ഇത് ഭയങ്കര ന്യൂട്രീഷ്യസാണ്. സോഡിയം, വിറ്റമിൻ സി ഒക്കെ കൂടുതൽ അടങ്ങിയ ഒരു പച്ചക്കറിയാണ്. അപ്പോൾ ഇതിപ്പോൾ കഴുകിയിട്ട് ഞാൻ മുറിക്കാൻ പോയത്. അപ്പോൾ മുറിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വെയിറ്റ് നോക്കി. കാരണം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 5 കിലോയിലും വെയിറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇന്നത്തെ പച്ചക്കറി ഇത് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ മുറിച്ചിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇപ്പം ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് പിടിച്ചതാണ്. അപ്പം പിടിക്കുമ്പോഴേക്കന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പല ആൾക്കാരും പല രീതിയിൽ ആക്കലുണ്ട്. പരിപ്പിൽ ആക്കലുണ്ട്, പച്ചടി ആക്കലുണ്ട്, വറക്കലുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇതിനെക്കൊണ്ട് എന്തെങ്കിലും നല്ലൊരു എന്തെങ്കിലും റെസിപ്പി ആക്കിയാലോ എന്ന്. അപ്പോൾ ഇത് മുറിച്ചിട്ട് ഇപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. കാരണം ഇത് എന്തായാലും നമുക്കിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒരു ദിവസം കൊണ്ട് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിങ്ങനെ മുറിച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ നടുഭാഗമൊക്കെ കളഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കി വയ്ക്കുക. അങ്ങനെ ഞാൻ ഒരു കണ്ടെയ്നറിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കേടില്ലാണ്ട് തന്നെ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ ഇതാ ഞാൻ വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിപ്പം 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു പച്ചടി പോലെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് ആ പീസ് നിങ്ങൾ കണ്ടതില്ലേ, അപ്പോൾ ഇനി ചെറിയ പീസാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. വെള്ളം ഒഴിക്കണ്ട, ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ചെറിയ തീയിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് 1 മിനിറ്റോളം, ഏകദേശം 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൂട്ടി വെക്കാം. അടച്ചു വെക്കുമ്പം ഇതിൻ്റെ വെള്ളം നല്ലോണം കീയും. ഇത് കാണുന്നില്ല, നല്ലൊരു ക്വാണ്ടിറ്റി വെള്ളം, ഒരു കപ്പിൻ്റെ അത്രയാണ് ഏകദേശം വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എടുക്കാണ്ട് തന്നെ അതിൽ പൂട്ടിയിട്ട് കുക്കറിലൊന്ന് 1 വിസിലാകുന്നവരെ ഒന്ന് വെക്കാം. അപ്പോൾ 1 വിസിൽ മാത്രം മതി. കാരണം ഇത് വീട്ടിൽ നിന്ന് തന്നെ പിടിച്ചത് കൊണ്ട് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണിത്. തേങ്ങയും ഞാൻ പറയുന്ന ഇതിൽ കാണിച്ച സാധനങ്ങളൊക്കെ, പച്ചമുളക്, ജീരകം, ചെറിയ ഉള്ളി, കരിവേപ്പില, ഇതൊക്കെ കൂടിയിട്ടാണ് അരക്കുന്നത്. വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ടാണ് അരക്കുന്നത്. തേങ്ങ ഏകദേശം ഒരു 1/2 കപ്പോടെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും ഇതെല്ലാം കൂടിയിട്ട് ഗ്രൈൻഡറിലൊന്ന് നല്ലോണം അരപ്പ് മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കണം. ഇതാ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇതിന് ഏകദേശം ആയിക്കഴിഞ്ഞാൽ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്ര കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയ വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 കപ്പോളം വെള്ളം, ഇത് എന്തായാലും വെള്ളം ഒന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ അതിന് ഞാൻ ആദ്യം വെള്ളം മാറ്റി വെച്ചിട്ടാണ് ഈ അരപ്പ് അതിലോട്ടേക്ക് ഒഴിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്താൽ മതി. ഇത് നല്ല മിക്സാക്കിയിട്ട് നല്ലോണം വെന്തിട്ടുണ്ട്. ഏകദേശം ആകെ ഒരു വിസിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേക്കന്നെ ആയി. പിന്നെ ഇത് കുറച്ച് വെളിച്ചെണ്ണയിൽ കാച്ചി കൊടുക്കുന്നതാണ്. പിന്നെ താളിച്ചിട്ട് അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ കരിവേപ്പില, ചുവന്നമുളക്, നമ്മൾ അരപ്പിനെടുത്ത അതേ സാധനങ്ങൾ തന്നെയാണ് ഞാനിതിന് താളിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉപ്പ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പിടിച്ചത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലിലാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പം ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ, ചപ്പാത്തിൻ്റെ ഒക്കെ കഴിക്കാനൊക്കെ വളരെ ഹെൽത്തിയാണ്. ഒന്നാമത് ഏറ്റവും കൂടുതൽ സോഡിയമുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇനി അടുത്ത റെസിപ്പി കാണുന്നവരെ നമുക്ക് കാണാം.